എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വ്യത്യസ്തമായ നിരവധി പെന്തിക്കോസ്ത് സഭകളാൽ നിറഞ്ഞ ഒരു പ്രദേശമാണ് കന്യാകുമാരി ജില്ല. പണ്ട് ഈ ജില്ല കേരളത്തിൻ്റെ ഭാഗമായിരുന്നു. ഇന്നത് തമിഴ്നാടിൻ്റെ ഭാഗമാണ്. അതൊക്കെ ചരിത്രം. വിദേശ ക്രൈസ്തവ മിഷണറിമാർ ധാരാളം പേർ ഈ ജില്ലയിൽ വന്നു പ്രവർത്തിച്ചതിൻ്റെ ഫലമായി അനേകർ ക്രിസ്തുമാർഗത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ കത്തോലിക്ക സഭയും CSI സഭയും ഈ നാട്ടിൽ വ്യാപിച്ചു. 1920-കൾക്ക് ശേഷം മിസ് ആൾഡ്വിങ്കിൾ, മിസ് വൗൺസിൽ എന്നീ രണ്ട് വിദേശ വനിതാ മിഷണറിമാർ തെക്കൻ തിരുവിതാംകൂറിൻ്റെ ഭാഗങ്ങളായിരുന്ന കന്യാകുമാരി, മാർത്താണ്ഡം, മേൽപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിൽ വന്ന് സുവിശേഷം അറിയിച്ചതിനെ തുടർന്ന് അനേകർ പെന്തക്കോസ്ത് വിശ്വാസികളായി. ഇവർക്ക് ശേഷം രണ്ടാമതായി കടന്നു വരുന്നത് ഡി മനാശെ എന്ന പാസ്റ്ററാണ്. കുഴുത്തുറയ്ക്ക് സമീപമുള്ള മേൽപ്പുറത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭവനം. കളയിക്കവിള, മാർത്താണ്ഡം, പാറശാല തുടങ്ങിയ സ്ഥലങ്ങളിലും അദ്ദേഹം സുവിശേഷം അറിയിക്കുവാനായി കടന്നു പോകുമായിരുന്നു. അതിനുശേഷം വന്നത് പാസ്റ്റർ PM ശമൂവേൽ എന്ന IPCയിലെ ആദ്യകാല പ്രവർത്തകരിൽ ഒരാളായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്തു നിന്ന് താമസമാക്കി അവിടെ നിന്ന് കുഴിത്തുറ, പാറശാല, മാർത്താണ്ഡം, മേയ്ക്കാമണ്ഡപം, തക്കല തുടങ്ങിയ പ്രദേശങ്ങളിൽ വന്ന് മീറ്റിങ്ങുകൾ നടത്തിപ്പോകുമായിരുന്നു. അങ്ങനെ പെന്തക്കോസ്ത് സഭയ്ക്ക് ഉറച്ച അടിത്തറ ഇടുവാൻ കന്യാകുമാരി ജില്ലയിൽ അക്കാലത്ത് തന്നെ സാധിച്ചു. തുടർന്ന് ധാരാളം സഭകളുണ്ടായി. ആ സഭകൾ പ്രവർത്തനത്തിൽ മുൻപന്തിയിലായിരുന്നു. ഇന്ന് കന്യാകുമാരി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പെന്തക്കോസ്ത് സഭ എന്ന് പറയുന്നത് ശക്തമായ സാന്നിധ്യമായി നിലകൊള്ളുന്നു. കന്യാകുമാരി ടൗണിൽ തന്നെ ഏകദേശം 44 പെന്തക്കോസ്ത് സഭകൾ ഇന്നുണ്ട്. വിളവൻകോട് താലൂക്കാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ വിശ്വാസികൾ ഉണ്ടായിരുന്ന താലൂക്കെന്ന് നേരത്തെ അറിയപ്പെട്ടിരുന്നത്. ക്രൈസ്തവ സാന്നിധ്യം ശക്തമായ ഈ ജില്ലയിൽ പെന്തക്കോസ്ത് ആരാധനാ ഹാളുകൾ പണിയുന്നതിന് മുൻപേ നിയന്ത്രണമുണ്ടായിരുന്നു. കന്യാകുമാരി ജില്ലയിൽ വ്യത്യസ്തങ്ങളായ നൂറുകണക്കിന് പെന്തക്കോസ്ത് സഭകളാണ് ഇന്നുള്ളത്. ദി പെന്തക്കോസ്ത് മിഷൻ്റെ സ്വാധീനത്തിലുള്ള കൃപാസനം, ആദി പെന്തക്കോസ്ത് ദൈവസഭ, അങ്ങനെയുള്ള സഭകൾ, ആയിരക്കണക്കിന് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഹാളുകൾ ഉള്ള സഭകൾ. അതുപോലെ ദി പെന്തക്കോസ്ത് മിഷനിലെ ശുശ്രൂഷകന്മാർ അവരുടെ വസ്ത്രധാരണ രീതി അനുകരിക്കുന്നവർ, അവരെപ്പോലെ വിശ്വാസ വീടുകളിൽ താമസിക്കുന്നവർ, അങ്ങനെയുള്ള സഭകൾ നിരവധി ഈ കന്യാകുമാരി ജില്ലയിലുണ്ട്. ധാരാളം ബൈബിൾ സ്കൂളുകളുണ്ട്. മറ്റൊരു സഭ ന്യൂ ജെറുസലേം പെന്തക്കോസ്ത് സഭ എന്നാണ് ആ പേരെന്നാണ് എൻ്റെ ഓർമ്മ. ആ സഭക്കാർക്ക് അവരുടെ വിശേഷപ്പെട്ട സന്ദർഭങ്ങളിൽ അവരുടെ സഭയുടെ കൊടി ഉയർത്തുന്ന ഒരു രീതിയും. അതുമാത്രമല്ല, അവരുടെ ആരാധനകളിൽ അവർ പാടുകയില്ല. ഒരു പാട്ടും അവർ പാടുകയില്ല. അതിനവർ ബൈബിൾ സംബന്ധമായ ന്യായീകരണങ്ങളും പറയാറുണ്ട്. അങ്ങനെയൊക്കെ ധാരാളം വ്യത്യസ്തങ്ങളായ പെന്തക്കോസ്ത് സഭകളാൽ സമ്പന്നമാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ല. ഈ ജില്ലയിൽ മെയ് അവസാനത്തെ ഞായറാഴ്ച നാഗർകോവിലിന് സമീപമുള്ള ഒരു പെന്തക്കോസ്ത് സഭയിൽ പോലീസ് പരാതിയുടെ അടിസ്ഥാനത്തിൽ കടന്നു വരികയും സഭ പൂട്ടിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ ആ പ്രദേശത്തെ ക്രൈസ്തവ സഭകളിലും അവരുടെ വിശ്വാസികളും കൂടി നാഗർകോവിലുള്ള പോലീസ് അധികാരികളുടെ മുൻപിൽ തടിച്ചുകൂടുകയും അവിടെ ധർണ സംഘടിപ്പിക്കുകയും ചെയ്തു. നൂറുകണക്കിന് വിശ്വാസികൾ കൂടി വന്ന ആ മീറ്റിംഗ് മുഖാന്തരം അധികാരികൾ രാഷ്ട്രീയമായി പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ ഭരണ പാർട്ടി തയ്യാറായി. അങ്ങനെ ഏകദേശം 1 മണിക്കൂറിന് ശേഷം പൂട്ടിയ ആ സഭാ ഹാൾ പോലീസ് അധികാരികൾ വീണ്ടും എത്തി തുറന്നുകൊടുത്തു. അവിടെ ആരാധനയും നടന്നു. ശക്തമായ ക്രൈസ്തവ ഐക്യത്തെ തുടർന്നാണ് ഇങ്ങനെയൊരു നിലപാടിലേക്ക് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മാറേണ്ടി വന്നത്. ക്രൈസ്തവ ഐക്യം ഇന്നത്തെ സാഹചര്യത്തിൽ ശക്തമാക്കേണ്ട കാലം കഴിഞ്ഞു. തമിഴ്നാട്ടിൽ അത്തരമൊരു മാറ്റത്തിന് ഈ സംഭവം മുഖാന്തരമായി എന്ന് പറയാതെ തരമില്ല. തെക്കൻ തിരുവിതാംകൂറിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും ബലഹീനരും അവശതയും അനുഭവിച്ച ഒരു സമൂഹത്തെ കൈപിടിച്ചുയർത്തി സമൂഹത്തിൻ്റെ മുൻപന്തിയിലേക്ക് കൊണ്ടുവന്നത് വിദേശ മിഷണറിമാരായിരുന്നു. അവരുടെ പ്രവർത്തനം മൂലം മാറുമറയ്ക്കൽ പോലുള്ള സമരങ്ങളുണ്ടായി. ഇത്
ധാരാളം ആളുകളെ ക്രൈസ്തവ സഭയിലേക്ക് ആകർഷിക്കുന്നതിന് കാരണമായി. അങ്ങനെയാണ് ക്രൈസ്തവ സഭകൾക്ക് സ്വാധീനമുള്ള ഒരു സ്ഥലമായി കന്യാകുമാരി ജില്ല മാറിയത്.